ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര. ഡിസംബർ 18. എലിസബത്തിനോടൊപ്പമുള്ള യാത്ര. ക്രിസ്തുമസ് രാവിലേക്കുള്ള യാത്രയിൽ എലിസബത്തിന് അഥവാ ഏലീശുവായ്ക്ക് സവിശേഷമായ സ്ഥാനമാണുള്ളത്. സക്കറിയായുടെയും എലീശുവായുടെയും യാത്രയിൽ ദേവദൂതൻ്റെ ദർശനം ലഭിച്ചത് സക്കറിയായ്ക്ക് മാത്രമാണ്. അതേ തുടർന്ന് അവൻ മൂകനായി തീരുകയും ചെയ്യുന്നു. തൻ്റെ ഇന്നുവരെയുള്ള ജീവിത വഴികളെയും ഭർത്താവിൻ്റെ മൂകതയെയും സ്നാപകൻ്റെ ജനനത്തെയുമെല്ലാം വിശ്വാസത്തോടെ നോക്കിക്കാണാൻ എലീശുവയെ പ്രേരിപ്പിച്ചത് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഈ ലോകത്തിൽ സംഭവിക്കുന്നവയെല്ലാം കടന്നു പോകുമെന്നും നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ അവയെല്ലാം നിസ്സാരവുമാണെന്ന് എലീശുവ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തോടും നിത്യതയോടും ചേർന്ന് നിരന്തരം സഞ്ചരിക്കുവാൻ എലീശുവയെ പ്രാപ്തരാക്കിയത് മറിയത്തോടുള്ള ആത്മബന്ധം കൊണ്ടുകൂടിയാണ്. എലീശുവയും മറിയവും തമ്മിൽ അത്രയും ആർദ്രമായ ഇഴയടപ്പമുണ്ടായിരുന്നതുകൊണ്ടാണല്ലോ എലീശുവയുടെ ജീവിതത്തിലെ ആവശ്യ സന്ദർഭത്തിൽ മറിയം സഹായത്തിന് എത്തുന്നത്. മറിയത്തിലൂടെ ഈശോയിലേക്ക് എന്ന തിരുസഭയുടെ കാഴ്ചപ്പാട് പോലും രൂപപ്പെട്ടത് എലീശുവയുടെയും മറിയത്തിൻ്റെയും ബന്ധത്തിൽ നിന്നാണ് എന്ന് പോലും തോന്നും. മറിയത്തിൻ്റെ സന്ദർശനത്തിൽ അതുകൊണ്ടാണല്ലോ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു എന്ന് ഉദ്ഘോഷിക്കുവാൻ മാത്രം മറിയത്തിലും മറിയത്തിലൂടെയും സാധ്യമാകുന്ന ദൈവസാന്നിധ്യം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഈശോയിലേക്കും തുടർന്ന് നിത്യതയിലേക്കുമുള്ള പ്രയാണം സാധ്യമാക്കാമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന എലീശുവയ്ക്കൊപ്പം ധ്യാനവിചാരം നടത്താൻ കൃപ തന്ന ദൈവമേ നന്ദി. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പുറത്തുള്ള ദൈവസാന്നിധ്യം ചലനാത്മകമാണെന്നും ദൈവസ്തുതിപ്പുകൾക്ക് അവ ഇടയാക്കുമെന്നോർത്ത് നിരന്തരം ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സഭാപ്രസംഗകൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു. അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല. ദൈവത്തിൻ്റെ പ്രവർത്തികളെ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം തിരിച്ചറിഞ്ഞ് അതേപടി ജീവിതത്തിൽ സ്വാംശീകരിച്ച് നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെയും യാത്ര ഫലദായകമാക്കണമേ. എലീശുവയെപ്പോലെ തിരുക്കുമാരനെ നിത്യതയിൽ കണ്ടുമുട്ടുവോളം പരിശുദ്ധ കന്യകാമറിയത്തോട് അടുപ്പം പുലർത്തി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ.